ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ എന്നാണ്. ഇലക്ട്രിക് വെഹിക്കിൾ EV ആണോ ഇത് എന്ന് ചോദിച്ചാൽ അതേ ഒരർത്ഥത്തിൽ 135 45 18, അതായത് ഫുൾ സൈസ് ടയർ വിത്ത് അലോയ്സോട് കൂടി കൊടുത്തിട്ടുണ്ട്. വാവ്, അത് പൊളിച്ച്. ഒരു ഗിറ്റാർ പോലെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ശരിയാണ്, ഇത് ഇങ്ങനെ പോയിട്ട് കണ്ടോ, ഇത് ഗിറ്റാറിൻ്റെ ഹാൻഡിൽ ഭാഗമാണ്, ഇതിങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ ദിനം പാത്തേനി ടൊയോട്ടയുടെ ലോഗോ സാധാരണ ഹൈബ്രിഡ് വാഹനങ്ങളിൽ അവരൊരു ബ്ലൂ തീം ഇങ്ങനെ ചുറ്റും കൊടുക്കാറുണ്ടായിരുന്നു. അതിപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് വേറെ ടെമ്പറേച്ചർ, പാസഞ്ചർ സൈഡ് വേറെ ടെമ്പറേച്ചർ, റിയറിലിരിക്കുന്നവർക്ക് വേറെ ടെമ്പറേച്ചർ ആണ്. 3 ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാവുന്ന രൂപത്തിലുള്ള 3 സോൺ ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആവും, കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു വാഹനം ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓവറായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സീറ്റ് കണ്ടോ, പൊന്തി വരുന്നുണ്ടോ? ഇതൊക്കെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് കൺട്രോൾ ചെയ്യാവുന്നുള്ളൂ. അതിനൊന്നും നമ്മൾ ഡ്രൈവർ ആശ്രയിക്കേണ്ടതില്ല. പവേർഡാണ് നമ്മുടെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് മുകളിലേക്ക് ഉയർത്താം, താഴേക്ക് കൊണ്ടുവരാം, അടുത്തേക്ക് കൊണ്ടുവരാം, ദൂരേക്ക് കൊണ്ടുപോകാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇലക്ട്രിക്കലി തന്നെ സ്റ്റിയറിങ്ങും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ ഫേവറേറ്റ് വാഹനങ്ങളിലൊന്ന്, അതായത് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊക്കെ വണ്ടി ഉണ്ടെന്ന് ചോദിച്ചാൽ അതിൽപ്പെട്ട ഒരു മുതലാണ് ഈ നിൽക്കുന്നത് നമ്മുടെ ക്യാമറി. അതിൻ്റെ ഏറ്റവും പുതിയൊരു വേരിയൻ്റ് അല്ല ഏറ്റവും പുതിയൊരു മോഡലാണ് നമുക്ക് ഈ കാണുന്നത്. വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ വേരിയൻ്റ് ഒന്നും ടൊയോട്ട ക്യാമറയ്ക്ക് തന്നിട്ടില്ല. ഒരൊറ്റ വേരിയൻ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൽ ഇത് നമുക്ക് ഏകദേശം 9ാമത്തെ ജനറേഷനാണ് ക്യാമറയുടെ. 2002 മുതൽ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ക്യാമറി അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവരും SUV പിന്നാലെ പോകുന്ന സമയത്തും ടൊയോട്ട ക്യാമറി പോലൊരു വാഹനം പുത്തൻ മോഡലും, അതായത് ഗ്ലോബലി ഇതേ സാധനം ഇറങ്ങുന്നത്, അത് ഇന്ത്യക്കാർക്ക് തന്നതിനും ടൊയോട്ടയ്ക്ക് ഒരു ലേക്ക് കൊടുത്തുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. അപ്പോൾ 2002 മുതൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 10-25 വർഷമായിട്ട് ക്യാമറ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് നമുക്ക് അത് തന്നെ മനസ്സിലാക്കാവുന്നുള്ളൂ. അതിൻ്റെ പല ജനറേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 9ാമത്തെ ജനറേഷനാണ്, ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഹൈബ്രിഡ് വേർഷൻ, അതായത് നമുക്ക് പെട്രോളിൽ മാത്രമായിട്ടും ഹൈബ്രിഡായിട്ടും 2 രീതിയിൽ ഗ്ലോബലി ക്യാമറ വാങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ ഇനി ഏത് രാജ്യത്ത് പോയാലും നിങ്ങൾക്ക് ക്യാമറ ഹൈബ്രിഡായിട്ട് മാത്രമേ കിട്ടുള്ളൂ. ആ ഒരു മോഡലാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. അതായത് സെയിം ഗ്ലോബലി ഇറക്കുന്ന അതേ ഐറ്റം തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് CKD യൂണിറ്റ് ആയിട്ടാണ് നമുക്ക് ഇന്ത്യക്കാർക്ക് ലഭിക്കുന്നത്. അതായത് ഇവിടെ പാർട്സായി വന്നിട്ട് അസംബിൾ ചെയ്യുന്ന രൂപത്തിലാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ 50 ലക്ഷത്തിനകത്ത് ഇതിൻ്റെ ഒരു വില പിടിച്ചു നിർത്താനായിട്ട് ടൊയോട്ടയ്ക്ക് സാധിച്ചതും അതുകൊണ്ടാണ് എന്ന് പറയാം. ശരിക്ക് ഇതിൻ്റെ വില വെച്ച് നോക്കണ്ട, ഇതിൻ്റെ ആ ഒരു പ്രൈസിന് ഇത് വർത്താണ്. ഞാൻ പറഞ്ഞില്ല, ഒരു ഫേവറേറ്റ് വാഹനമാണ്, സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. അതിന് 2-3 റീസൺസ് ഉണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈസിങ് ആണ്. നമുക്ക് ടൊയോട്ടയിൽ എല്ലാവർക്കും അറിയാം ഓവർ പ്രൈസറാണ് ടൊയോട്ട, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ടൊയോട്ടയിൽ വാല്യൂ ഫോർ മണി എന്നുള്ള രൂപത്തിൽ പെടും. നമുക്ക് കിട്ടുന്ന, നമ്മൾ കൊടുക്കുന്ന വിലക്കുള്ള മൂല്യം ഉള്ള ഒരു സാധനം, അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് ഉള്ള ഒരു സാധനമാണ് നമ്മുടെ ക്യാമറി എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. അതൊരു റീസൺ. രണ്ടാമത് പറഞ്ഞാൽ മൈലേജ്. 25-ന് മുകളിൽ ക്ലെയിം ചെയ്ത മൈലേജ്, നമുക്കൊരു 20 ആവറേജ് മൈലേജ്. ഇത്രയും വലിയ 2 ടണ്ണോളം ഭാരം വരുന്ന ക്യാമറയ്ക്ക് 25 മൈലേജ് എന്ന് പറഞ്ഞാലും വേറെന്ത് വേണം? അതുകൂടാതെ തന്നെ ഇതിൻ്റെ കംഫർട്ട്, യാത്ര ചെയ്ത മോനെ ഈ സാധനം സ്നേഹിച്ചു പോവും. അമ്മാതിരി കംഫർട്ട് തരുന്നൊരു വാഹനം കൂടിയാണ്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് പോകാം. അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഒറ്റ വേരിയൻ്റാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ജനറേഷൻ മാറ്റം വന്നപ്പോൾ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഒരു 30 mm ലെങ്ത്ത് കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചേസ് കാര്യങ്ങളിലുള്ള മാറ്റമൊന്നുമല്ല, ആ ഒരു ഡിസൈൻ മാറി വന്നപ്പോൾ കുറച്ചുകൂടി 30 mm ഒരു മാറ്റം വന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ചേസ് കാര്യങ്ങൾ എഞ്ചിൻ എല്ലാം പഴയത് തന്നെയാണ് വന്നിട്ടുള്ളത്. 2.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. ചെറിയ ചെറിയ ചേഞ്ച് പ്രധാനമായിട്ട് ലുക്കിലാണ്. ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലുണ്ടായിരുന്ന ക്യാമറയെ അവർ പിടിച്ച് സ്പോർട്ടി ആക്കിയെന്ന് വേണമെങ്കിൽ പറയാമല്ലേ. നിങ്ങൾ നോക്കിയാൽ വളരെ സ്പോർട്ടി ആയിട്ടുള്ള രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഹെഡ് ലാമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് DRL, ഇത് തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ടും വർക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഹൈ ബീമിലാണുള്ളത്, 2 ലൈറ്റ് ഇലുമിനേറ്റ് ആവുന്നുണ്ട്. നമ്മൾ ലോ ബീം ഇടുന്ന സമയത്ത് മുകളിൽ മാത്രം ഇലുമിനേറ്റ് ആവും. ആ രൂപത്തിലാണുള്ളത്. ഫുൾ ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുള്ളൊരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ് വന്നിട്ടുള്ളത്. മനോഹരമായിട്ടുണ്ട് എന്ന് പറയാം. താഴേക്ക് വന്ന ഒരു ഫോഗ് ലാമ്പ് കാണാം, പാർക്കിംഗ് സെൻസേഴ്സ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറയുടെ ഭാഗമായിട്ടുള്ളൊരു ക്യാമറ കുഞ്ഞതായിട്ട് ആ ഒരു ഗ്ലോസി എലമെൻ്റ് അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് അറിയാത്ത രൂപത്തിൽ, പെട്ടെന്ന് നോട്ടീസ് ചെയ്യാത്ത രൂപത്തിൽ മനോഹരമായി നൽകിയിട്ടുണ്ട് എന്ന് പറയാം. അതുപോലെ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് അതിൻ്റെ റഡാർ സിസ്റ്റവുമായിട്ടും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പാറ്റേണൊക്കെ നമ്മൾ മുന്നേ ക്യാമറയിൽ കണ്ടിട്ടുള്ളതാണ്. മാച്ചീവ് ആയിട്ടുള്ളൊരു എയർ ഡാം ഏരിയ നമുക്ക് താഴെയായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ടൊയോട്ടയുടെ ലോഗോ, സാധാരണ ഹൈബ്രിഡ് വാഹനങ്ങളിൽ അവരൊരു ബ്ലൂ തീം ഇങ്ങനെ ചുറ്റും കൊടുക്കാറുണ്ടായിരുന്നു. അതിപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ബ്ലൂ ഒന്നുമില്ല, ടൊയോട്ടയുടെ നോർമൽ ലോഗോ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അഡാസ് ഉണ്ട് എന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ക്യാമറ നമുക്കിത് ഗ്ലാസ്സിന് മുകളിലായിട്ടും കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ആ ഹുഡിൻ്റെയൊക്കെ സൈസ് നോക്കിയാൽ ഞങ്ങൾ 2500 cc ഒരു എഞ്ചിനാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാസീവ് ആയിട്ടുള്ളൊരു ഹുഡാണ് വന്നിട്ടുള്ളത്. ബമ്പറിൻ്റെ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എയർ ഇൻടേക്കിൻ്റെ ഭാഗങ്ങളൊക്കെ അതൊക്കെ ഫംഗ്ഷനിലാണ് ഇട്ടത്. ഫംഗ്ഷനിലായിട്ടുള്ള എയർ ഇൻടേക്ക് കാര്യങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് സാധിക്കും. കാരണം അത്യാവശ്യം വലിയ എഞ്ചിനായതുകൊണ്ട് തന്നെ നല്ല ബ്രീത്ത് ചെയ്യണം, നല്ല വെന്റിലേഷൻ നമുക്ക് എഞ്ചിന് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് മുകളിലെ ഗ്രില്ലിൻ്റെ അവിടെയും എയർ ഡാമിൻ്റെ അവിടെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട്
വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. വശങ്ങളിലേക്ക് വന്നാൽ നമുക്ക് 18 ഇഞ്ചാണ് അലോയ്സ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്. അതായത് പഴയ ജനറേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് അലോയുടെ ഡിസൈൻ മാറിയിട്ടുണ്ട്. ബ്രിഡ്ജസ്റ്റോണിൻ്റെ ടയറാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. 235/45 പ്രൊഫൈലുള്ള 18 ഇഞ്ചാണ്. ലോ പ്രൊഫൈലാണ്. ഗ്രൗണ്ട് ക്ലിയറൻസും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അടി തട്ടുക എന്നുള്ളത്. അപ്പോൾ 145 mm ഒക്കെയാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ളത്. ഏകദേശം 2825 mm ആണ് നമുക്ക് ഇതിൻ്റെ ഒരു വീൽ ബേസ് വന്നിട്ടുള്ളത്. അപ്പോൾ അടി തട്ടുക എന്നുള്ള കാര്യം നമുക്ക് ഓടിക്കുന്ന സമയത്ത് വിശദമായിട്ട് പറയാം. അതുപോലെ ഇവിടെ HEV എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ എന്നാണ്. ഇലക്ട്രിക് വെഹിക്കിൾ EV ആണോ ഇത് എന്ന് ചോദിച്ചാൽ അതേ ഒരർത്ഥത്തിൽ എന്ന് പറയാം. അതായത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് അല്ല, നമുക്ക് വണ്ടി ഓടുമ്പോൾ തന്നെ ഇതിലുള്ള ബാറ്ററി ചാർജ് ആയിട്ട് നമുക്ക് മാക്സിമം മൈലേജ് വരും. അതുകൊണ്ടാണ് ഇത്രയും വലിയ വാഹനത്തിൽ നമുക്ക് 25 മൈലേജ് ഒക്കെ ലഭിക്കുന്നത്. ഇനി ORMലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈനൊക്കെ കാണുമ്പോൾ മാക്സിമം എയറോഡൈനാമിക് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിനുള്ളൊരു ഡിസൈൻ തീം തന്നെയാണ് ടൊയോട്ട സ്വീകരിച്ചിട്ടുള്ളതെന്ന് പറയാം. അതുപോലെ ഇൻഡിക്കേറ്റർ അതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. 360 ക്യാമറ ഭാഗമായിട്ടുള്ള ക്യാമറ കാണാം. അതുകൂടാതെ തന്നെ ഇത് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ഫോൾഡൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതെല്ലാം വന്നിട്ടുണ്ട്. ഓട്ടോ ഫോൾഡ് അടക്കം വന്നിട്ടുണ്ട്. പ്ലസ് ഒരു ലെവൽ കൂടി മുന്നോട്ട് പോയിട്ട് നമ്മുടെ മെമ്മറി ഫംഗ്ഷൻ കൂടി ORMന് വന്നിട്ടുണ്ട്. നമുക്കൊരു ഡ്രൈവർ ഇരുന്ന് ഇതിൽ ആ ഒരു പൊസിഷൻ സെറ്റ് ചെയ്താൽ അതേ ഡ്രൈവർ തിരിച്ച് വന്ന് വീണ്ടും ഇരിക്കുകയാണെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുമെന്നുള്ളതാണ്. ഈ പ്രൈസ് റേഞ്ചിൽ നമ്മൾ അതൊക്കെ ആഗ്രഹിക്കുന്നതാണ്. അതൊക്കെ നൽകിയിട്ടുണ്ട് എന്ന് പറയാം. മുകളിലായിട്ടും അതുപോലെ തന്നെ ഷോൾഡർ ലൈനൊക്കെ ആയിട്ട് നമുക്ക് ക്രോം നിരവധി കാണാനായിട്ട് ഈ ഒരു ഗ്ലാസ് ഏരിയയിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു സൺറൂഫ് വന്നിട്ടുണ്ട്. പാൻഡോമിക് റൂഫ് അല്ല, പാൻഡോമിക് റൂഫ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. എന്തായാലും സൺറൂഫെങ്കിലും കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ UV കട്ട് ഗ്ലാസ്സുകൾ വന്നിട്ടുണ്ട്. ബോഡി കളർ ഡോർ ഹാൻഡിൽസ് ഒക്കെ. അതുപോലെ തന്നെ ഇവിടെ അസിസ്റ്റീവിൻ്റെ ഒരു കൺട്രോൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. കൺട്രോൾ അല്ല, ഒരു ടച്ചാണ് വന്നിട്ടുള്ളത്. ആ രൂപത്തിലാണ്. ഒരുപാട് ഗിമ്മിക്ക് പരിപാടികളൊന്നും ഇല്ലാത്തൊരു വാഹനമെന്ന് പറയുന്നത്. ഈ ഒരു ബഡ്ജറ്റിലൊക്കെ വില കേൾക്കുന്ന സമയത്ത് എല്ലാവരും ഒരുപാട് ഫാൻസി ആയിട്ടുള്ള ഫീച്ചേഴ്സും ഗിമ്മിക്കുകളൊക്കെ പ്രതീക്ഷിക്കും. പക്ഷേ ഇതിൽ അത്തരം കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതും പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടുള്ളതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന സാധനമുണ്ട്, പക്ഷേ അലമ്പ് പരിപാടി, ഫാൻസി ഐറ്റം, അങ്ങനത്തെ ഒരു സാധനം നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കില്ല. ഇവിടെ ഡീഫോഗർ വന്നിട്ടുണ്ട്. അതുപോലെ സ്റ്റോപ്പ് ലാമ്പ് നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കും. ലവ് ബൈ കൈരളി എന്ന് കാണാം. കാരണം കൈരളി ടൊയോട്ടയാണ് നമുക്ക് ഈ ഒരു വാഹനം വീഡിയോ ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ അവർക്കൊരു ലൈക്ക് കൊടുക്കുകയാണ്. അപ്പോൾ റിയറിൽ നമുക്ക് ടൈൽ ലാമ്പ് യൂണിറ്റ് LED ആണ് വന്നിട്ടുള്ളത്. അതിലും ഇവിടെയൊക്കെ ഡിസൈൻ നോക്കുന്ന സമയത്ത് എയറോഡൈനാമിക് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്ന രൂപത്തിലൊരു ഡിസൈൻ തീം തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഈ രൂപത്തിലാണ്. ഫുൾ LED ആണ് വന്നിട്ടുള്ളത്. അതായത് ഇൻഡിക്കേറ്റർ ആണെങ്കിലും ടൈൽ ലാമ്പ് ആണെങ്കിലും ഫുൾ LED തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് HEV എന്നുള്ളൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. ക്യാമറയുടെ ബാഡ്ജിങ് വന്നിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ് 4 കാണാനായിട്ട് സാധിക്കും. ക്യാമറ ഈ ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വണ്ടിയുടെ സൈസ് കാണുമ്പോൾ നമുക്ക് അറിയാവുന്നേ ഉള്ളൂ ബൂട്ടൊക്കെ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബൂട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്പെയർ വീല് നമുക്ക് ഏതാന്ന് നോക്കാം. 235/45/18, അതായത് ഫുൾ സൈസ് ടയർ വിത്ത് അലോയ്സോട് കൂടി കൊടുത്തിട്ടുണ്ട്. വാവ്, അത് പൊളിച്ച്. സ്പെയർ വീല് വരെ നമുക്ക് അലോയ് കിട്ടുന്നുണ്ട്. ടൊയോട്ട ഒരു ലേക്ക്. ഇതാണ് ഗ്ലോബൽ പ്രൊഡക്റ്റ് ഇന്ത്യക്കാർക്ക് കിട്ടുമ്പോൾ ഗുണങ്ങൾ. മാതിരി ക്വാളിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെയൊക്കെ കണ്ടോ, ഫുൾ ഇൻസുലേറ്റഡ് ആണ്. അതുപോലെ ഈവൻ ഈ ഒരു മെറ്റൽ പോലെ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നില്ല. അതിന് വരെ കവറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻ്റർനാഷണൽ ഐറ്റം. അതല്ല, അതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പുറത്തുള്ള ഓരോ കാഴ്ചകളിൽ പറയാനുള്ളത്. അപ്പം ഇനി ഉള്ളിൽ കയറി നോക്കുകയാണെങ്കിൽ ആ സൈഡ് കയറാം. ആ സൈഡ് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ഫ്യൂൽ ലീഡ്. 50 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. അപ്പോൾ സൺഷെയ്ഡ് കറക്റ്റ് നമ്മുടെ സൈഡിലൊക്കെ നമുക്ക് മാനുവലായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡുവൽ ടോണിലാണ് നമ്മുടെ ഡോർ പാഡ് വന്നുള്ളത്. ഇതിനൊരു യെല്ലോയിഷ് ബ്രൗൺ അല്ലെങ്കിൽ യെല്ലോ ബ്രൗൺ അപ്പോൾസ്റ്ററിയാണ് നമുക്ക് വാഹനത്തിന് സീറ്റുകൾക്കൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ചെറിയൊരു ഏരിയ നമുക്ക് ഡോറിലും കാണാം. ഇവിടെയൊക്കെ സോഫ്റ്റ് ടച്ചാണ്. ഇതൊക്കെ സോഫ്റ്റ് ടച്ചാണ് വന്നിട്ടുള്ളത്. ഒരു സിൽവർ എലമെൻറ്റ് പോയിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ എല്ലാ പവർ വിൻഡോയും 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ കൊടുത്തിട്ടുണ്ട്. അതിനൊരു ലേക്ക്. അത് മാത്രമല്ല ആൻറ്റി പിഞ്ചാണ്. നമ്മുടെ കുട്ടികളുടെയൊക്കെ വിരൽ എവിടെയെങ്കിലും പെടുകയാണെന്നുണ്ടെങ്കിലും കണ്ടോ അപകടം ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. അതൊക്കെ നല്ല സേഫ്റ്റി ഫീച്ചറാണ്. സ്പീക്കർ കാണാം. JBLൻ്റെ 9 സ്പീക്കർ നമുക്ക് ക്യാമറയിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഡോറിലായിട്ട് നമുക്ക് കാണാം. അത്യാവശ്യം ബോട്ടിൽ സ്പേസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റിയർ സീറ്റ് ക്യാമറയുടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യെല്ലോ ബ്രൗൺ അപ്പോൾസ്റ്റോടുകൂടി ഒരു പ്രീമിയം ഫീൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഫീൽ ചെയ്യുന്നില്ലേ, അതാണ്. അപ്പോൾ ഉള്ളിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റർ ടണൽ നമുക്ക് പോയിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സെൻറ്ററിൽ ഇരിക്കുന്ന ആൾക്ക് അത് ചെറിയൊരു തടസ്സം ഉണ്ടാക്കും. എന്നാൽ പോലും വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നുമല്ല. റിയറിലേക്ക് AC വെൻ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 C ടൈപ്പ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. 3 സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതായത് ഡ്രൈവർ സൈഡ് വേറെ ടെമ്പറേച്ചർ, പാസഞ്ചർ സൈഡ് വേറെ ടെമ്പറേച്ചർ, റിയറിൽ ഇരിക്കുന്നവർക്ക് വേറെ ടെമ്പറേച്ചർ. അങ്ങനെ 3 ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാവുന്ന രൂപത്തിലുള്ള 3 സോൺ ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഇഷ്ടം പോലെ സ്പേസാണ്. നമുക്കിതിൽ തൈ സപ്പോർട്ടില്ല, ലെഗ് റൂം ഇല്ല, അങ്ങനത്തെ പരാതിയുടെ ഒന്നും ആവശ്യമില്ല. ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഇതാ കണ്ടോ, ഈ രൂപത്തിൽ വിശാലമായിട്ടിരിക്കാം. ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നിങ്ങളൊരു ഡ്രൈവറെ വെച്ചിട്ടൊക്കെ ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള വാഹനം, പ്രീമിയം ലെവലിലേക്ക് നിങ്ങൾക്ക് പോകേണ്ട കാര്യമില്ല. ഈ ഒരു വിലയിൽ ഒരു 50 ലക്ഷം റേഞ്ചിൽ നിങ്ങൾക്ക് വാഹനം കിട്ടുകയും ചെയ്യും. അത്യാവശ്യം നല്ല സർവീസ്, അഫോർഡബിൾ ആയിട്ട് സർവീസും കാര്യങ്ങളും കിട്ടും, സ്പെയർ കിട്ടും. അങ്ങനെയുള്ള റിലയബിലിറ്റി, ടൊയോട്ടയുടെ എഞ്ചിൻ്റെ റിലയബിലിറ്റിയെ കുറിച്ച് നമ്മൾ ആരും
പറയേണ്ടതില്ല. അപ്പോൾ അങ്ങനെ ഒരു സാധനം നിങ്ങൾ പ്രീമിയം ബ്രാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സർവീസിന് 70,000 80,000 1,50,000 വരുന്നിടത്ത് ഒരു 10,000-15,000 റുപ്യയിൽ സർവീസ് ഇത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനം. കംഫർട്ടിനും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു കുറവുണ്ടാവില്ല. അതൊക്കെയാണ് എന്നെ ഈ ഒരു വാഹനത്തിന് ആകർഷിക്കുന്ന സാധനം. അതുപോലെ ബോസ് മോഡ് എന്നൊക്കെ നമ്മൾ ഒറ്റവാക്കിൽ പറയുന്ന സാധനം ഉണ്ട്. അതായത് ഡ്രൈവറെ വെച്ച് ഓടിക്കുന്ന ആൾക്ക് നമ്മുടെ മുതലാളിക്ക് കുറച്ച് കംഫർട്ട് കൂടുതൽ വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ മുതലാളിക്ക് തന്നെ കൺട്രോൾ ചെയ്യാവുന്നുള്ളൂ. ഫ്രണ്ടിലെ സീറ്റ് അങ്ങനെ നമ്മുടെ ലെഗ് സ്പേസ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇതും ഫുള്ളായി ഫോൾഡ് ആക്കിയിട്ട് വേണമെങ്കിൽ ഇതിൽ മേലെ കാലും കയറ്റി വെച്ച് രാജാവിനെ പോലെ ഇരുന്ന് യാത്ര ചെയ്യാനും സാധിക്കും. പിന്നെ റൂഫൊക്കെ നമുക്ക് ഫുൾ ബ്ലാക്ക് ആണ്. അത് മനോഹരമായിട്ട് മൊത്തത്തിൽ ഈ ഒരു കളർ കോമ്പിനേഷനോട് യോജിച്ച് നിൽക്കുന്നുണ്ട് എന്ന് പറയാം. മാപ്പ് ലാമ്പ് LED ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൺട്രോൾസ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ഒരു റിട്രാക്ട് ചെയ്യാൻ കഴിയുന്ന സൺവൈസറാണ് നമുക്ക് ഏറ്റവും പുറകിലായിട്ട് നൽകിയിട്ടുള്ളത്. അത് ഓട്ടോമാറ്റിക് ആണ്. വേണമെങ്കിൽ നമുക്ക് മാനുവലായിട്ട് കൺട്രോൾ എടുക്കുകയും ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സൊക്കെ ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് താഴേക്ക് പോകും. അപ്പോൾ നമുക്ക് ബാക്കിൽ വ്യൂ അടിപൊളിയായിട്ട് കിട്ടും. അത് മാറി നമ്മൾ ഡ്രൈവിലോ പാർക്കിലൊക്കെ ഇടുകയാണെങ്കിൽ വീണ്ടും ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഉയർന്നു വരികയും ചെയ്യും. അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു സൺസൈഡ് കർട്ടനിൽ വരുന്നുണ്ട്. ഇനി ആംറസ്റ്റ് നോക്കിയാൽ നിങ്ങൾ, ഇതാണ് നമ്മുടെ ആംറസ്റ്റ്. അതിൽ കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടെ കണ്ടോ കുറച്ച് കൺട്രോൾസ് അടക്കം വരുന്നുണ്ട്. അതായത് AC കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് നിയന്ത്രിക്കാം, ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം, അതുപോലെ സീറ്റ് റിക്ലൈനിങ് കാര്യങ്ങളും. ഇനി സീറ്റ് മടക്കണം എന്നുണ്ടെങ്കിലും ഉയർത്തണം എന്നുണ്ടെങ്കിലൊക്കെ ഞാൻ ഇരിക്കുന്ന സീറ്റ് മടക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ സീറ്റ് കണ്ടോ പൊന്തി വരുന്നുണ്ടോ? ഇതൊക്കെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് കൺട്രോൾ ചെയ്യാവുന്നുള്ളൂ. അതിനൊന്നും നമ്മൾ ഡ്രൈവർ ആശ്രയിക്കേണ്ടതില്ല. ഇതാണ് ഫുൾ അപ്രൈറ്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ. അതുപോലെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ ആ സീറ്റ് റിക്ലൈൻ ആവുന്നുണ്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഒരു റിയറിൽ ഇരിക്കുന്ന ആൾക്കാണ് അതിൻ്റെ ഫുൾ കൺട്രോളും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഈ ഏരിയയിൽ വരെ നമുക്ക് കുഷ്യനിങ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കാര്യങ്ങൾ വരേണ്ട ഒരു ഭാഗമാണ് ഇതൊക്കെ. പക്ഷേ അവിടെയൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ട് കിട്ടുന്ന രൂപത്തിൽ തന്നെ നമ്മുടെ ടൊയോട്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇനി ബൂട്ടിലൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ എടുക്കാൻ ഇവിടുന്ന് തന്നെ നമുക്ക് ആക്സസും ഉണ്ട്. അതൊക്കെ പോരെ. ഇതൊക്കെയാണ് സെഡാനെ വ്യത്യസ്തമാക്കുന്ന പല സാധനങ്ങൾ എന്ന് പറയാം. വളരെ അടിപൊളിയായിട്ടുള്ള ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ 3 നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിലാണ് നമുക്ക് ഓരോ ഫീച്ചേഴ്സ് പറയാനുള്ളത്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ നമുക്ക് പറയാനുള്ളത്. ഇതിൽ നമ്മുടെ ടൊയോട്ട പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഇൻഫോടൈൻമെൻറ്റ് അതുപോലെ ഈ ഒരു ക്രാഷ് പാഡ് ഏരിയ ഒരു ഗിറ്റാർ പോലെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ശരിയാണ്. ഇത് ഇങ്ങനെ പോയിട്ട് കണ്ടോ, ഇത് ഗിറ്റാറിൻ്റെ ഹാൻഡിൽ ഭാഗമാണ്. ഇതിങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ ദിനം പാത്തേനി തന്നനന്താനോ, അപ്പോൾ അതുപോലെ ഗിറ്റാർ പോലെയൊക്കെ നമുക്ക് തോന്നിക്കുന്ന രൂപത്തിൽ ഡിസൈൻ കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. സൺറൂഫ് ഈ രൂപത്തിലാണ്. അപ്പോൾ പുറകിലിരിക്കുന്ന ആൾക്കും അതിൻ്റെ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം സൈസ് വരുന്നൊരു സൺറൂഫാണ് എന്ന് പറയാം. അപ്പോൾ ഇനി മുൻവശത്തൊന്ന് കയറിയിരുന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ക്യാമറയുടെ കീ വന്നിട്ടുള്ളത്. ക്യാമറ എന്നുള്ളൊരു എഴുത്ത് പരിപാടികളൊക്കെ അതിലുണ്ട്. ലോക്ക്, അൺലോക്ക്, ഹുഡ് ഓപ്പണിങ്, ഹുഡ് അല്ല ബൂട്ട് ഓപ്പണിങ്, സിമ്പിളായിട്ടുള്ള 3 കൺട്രോൾ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഒരുപാട് ഗിമ്മിക്കൊന്നുമില്ല, അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കീ നമ്മുടെ പോക്കറ്റോ അടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വന്നിട്ട് ഇവിടെ കൈ വെച്ചാൽ മതി. കണ്ടോ, നമ്മൾ എവിടെ പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ഇവിടെ നിന്ന് കൈ വെച്ചാൽ തന്നെ വാഹനം അൺലോക്ക് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്താൽ നമ്മൾ മുൻവശത്ത് കണ്ട അതേ രീതിയിൽ തന്നെയാണ് കളർ പാറ്റേണൊക്കെ നമ്മുടെ ഡോറുകൾക്ക് വന്നിട്ടുള്ളത്. പിന്നെ എക്സ്ട്രാ നമുക്കിവിടെ 4 പവർ വിൻഡോയുടെ കൺട്രോൾ, ലോക്ക്, അൺലോക്ക്, നമ്മുടെ ORMൻ്റെ അഡ്ജസ്റ്റ്, അതുപോലെ സീറ്റ് നമുക്ക് മെമ്മറി സെറ്റ് ചെയ്യാൻ പറ്റും. 2 മെമ്മറി അത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ ORM ഫോൾഡ് പരിപാടികൾ, ഓട്ടോ ഫോൾഡ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ സീറ്റിന് മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്ക് 10 വേ അഡ്ജസ്റ്റ് ആണ് ഫ്രണ്ടിൽ 2 സീറ്റുകളും വന്നിട്ടുള്ളത്. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നിലേക്ക് നീക്കാം, പുറകിലേക്ക് കൊണ്ടുപോകാം, റിക്ലൈനിങ് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലംബാർ സപ്പോർട്ട് ഉണ്ട് കണ്ടോ. ഈ ഒരു ഭാഗം നമ്മുടെ ബാക്ക് വരുന്ന ഭാഗം കണ്ടോ, അതിൻ്റെ സപ്പോർട്ട് നമുക്ക് കൂട്ടാം. അതുപോലെ തന്നെ തൈ സപ്പോർട്ട് കൂട്ടാം. അപ്പോൾ അതൊന്നും ഈ ഒരു വാഹനത്തിൽ ഇഷ്യൂ അല്ല എന്നുള്ളതാണ്. എല്ലാം പവേർഡായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പെഡൽസ് വന്നത്. പ്രോപ്പർ ഡെഡ് പെഡൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ ഫ്യൂൽ ലിഡ് ഓപ്പണിങ്ങും അതുപോലെ ബൂട്ട് ഓപ്പണിങ്ങിനും കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സാധാരണ കാണുന്ന പോലെ ട്രാക്ഷൻ കൺട്രോൾ, 360 ക്യാമറ, അതുപോലെ നമ്മുടെ ലൈറ്റിൻ്റെ ഇലുമിനേഷൻ കൺട്രോൾ, മീറ്ററിൻ്റെ ഇലുമിനേഷൻ കൺട്രോൾ ചെയ്യുന്നത്. ഇത് പുറകിൽ നമ്മൾ നേരത്തെ കണ്ട റിട്രാക്ട് ചെയ്യാവുന്ന സൺസൈഡ് കർട്ടൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഉള്ളിൽ കയറി ഇരുന്നുള്ള മാജിക് എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ മെമ്മറി സീറ്റിൻ്റെ ഒരു കാര്യം വരുന്നത്. ഞാൻ കയറിയിരുന്നു, ഡോർ അടച്ചു, സെറ്റ് ചെയ്ത രീതിയിലേക്ക് കണ്ടോ, സ്റ്റിയറിംഗ് അഡ്ജസ്റ്റായി, സീറ്റ് നമുക്ക് മുന്നിലേക്ക് വന്നു. ഇത് മറ്റാരോ സെറ്റ് ചെയ്താണ്. ഒരു വളരെ വിയേർഡായിട്ടുള്ളൊരു പൊസിഷനിലേക്ക് ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണ്ട, ബാക്കിലേക്ക് ഇടാം. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് 2 മെമ്മറി സെറ്റ് ചെയ്യാം. ഇപ്പോൾ 2 മാറി മാറി എടുക്കുന്നുണ്ടെങ്കിൽ, അച്ഛനും മകനോ അല്ലെങ്കിൽ ഫ്രണ്ടൊക്കെ മാറി മാറി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള 2 പൊസിഷൻ മെമ്മറി സെറ്റ് ചെയ്താൽ നിങ്ങൾ എപ്പോഴും കയറി വന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതില്ല. മിറർ അടക്കം ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആകും. അതുപോലെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ആവുന്നുണ്ടല്ലേ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ പവേർഡാണ് നമ്മുടെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്. മുകളിലേക്ക് ഉയർത്താം, താഴേക്ക് കൊണ്ടുവരാം,
അടുത്തേക്ക് കൊണ്ടുവരാം, ദൂരേക്ക് കൊണ്ടുപോകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇലക്ട്രിക്കലി തന്നെ സ്റ്റിയറിങ്ങും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ മനോഹരമായിട്ട് ഒരു പ്രീമിയം കാറിൽ ഇരിക്കുന്ന ഒരു ഫീല് തരാൻ ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ സാധിക്കുന്നുണ്ട് എന്ന് പറയാം. അതിൽ നമുക്ക് ഒരു ലെതർ ഫിനിഷ് കാര്യങ്ങൾ വന്നിട്ട് ബ്ലാക്കിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ നമ്മുടെ അഡാസിൻ്റെ കൺട്രോൾസ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ്, നെക്സ്റ്റ് സോങ് അല്ലെങ്കിൽ റേഡിയോയുടെ ഒക്കെ നെക്സ്റ്റ് ഇവിടെ മോഡ്, ഇപ്പോൾ ബ്ലൂടൂത്ത് വേണോ റേഡിയോ വേണോ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ പിന്നെ വോളിയം കൺട്രോൾ, വോയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ MIDയുടെ കൺട്രോൾസ് ആണ് വന്നിട്ടുള്ളത്. നിരവധി ഇൻഫർമേഷൻ നമുക്ക് ഈ ഒരു 12.3 ഇഞ്ചിൻ്റെ MID വഴി കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ മെസ്സേജസ് കാണാം, അതുപോലെ സെറ്റിങ്സ് കാണാം. സെറ്റിങ്സിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിരവധി രൂപത്തിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ഡിസ്പ്ലേ 2 ഡയലായിട്ട് കാണുന്നത്. ഇവിടെ ടാക്കോമീറ്റർ ആണ്, അത് മാറിയിട്ട് ഹൈബ്രിഡിൻ്റെ രൂപത്തിലുള്ളൊരു എനർജിയുടെ ലെവലിലുള്ളൊരു ഡിസ്പ്ലേ കാര്യങ്ങളിലേക്കൊക്കെ വരുത്താം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ HUD, നമ്മുടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. നമുക്കിവിടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ കാണാം. അപ്പോൾ ഇവിടെ 0 എന്ന് പറഞ്ഞ് കാണുന്നുണ്ട് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു വ്യൂ നമുക്ക് കാണിക്കാം. നമ്മുടെ പാർക്ക്, റിവേഴ്സ്, ഡ്രൈവ്, അങ്ങനെ നമ്മുടെ ഗിയറിൻ്റെ ഒരു പൊസിഷൻ കാണിക്കും, സ്പീഡ് കാണിക്കും. പിന്നെ അഡാസിൻ്റെ കുറച്ച് കൺട്രോൾസൊക്കെ നമുക്കത് വാഹനം ഓടുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ കൺട്രോളാണ് ആദ്യം മീറ്ററിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഒരു അഡാസ് ലെവൽ 2ൻ്റെ കൺട്രോളാണ്. അതുപോലെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ്. ഈ വെഹിക്കിൾ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ബ്രേക്ക് സജഷൻ, ടയർ പ്രഷർ വാർണിംഗ്, ഓയിൽ മെയിൻ്റനൻസ്, അത്തരം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് താഴേക്ക് വന്നാൽ മീറ്റർ സെറ്റിങ്, അതിൽ അടിപൊളി സാധനം ഉണ്ട്. അതായത് മീറ്ററിൻ്റെ വ്യൂ നമുക്ക് 2-3 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ലാംഗ്വേജ് വന്നിട്ടുണ്ട്, യൂണിറ്റ്, മീറ്റർ ടൈപ്പ്. മീറ്റർ ടൈപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ ഏത് രീതിയിലാണ്, സിംഗിൾ ഡയലൈറ്റ് വേണോ അതല്ലെങ്കിൽ ഡബിൾ ഡയലൈറ്റ് വേണോ, അങ്ങനെയുള്ള പല പരിപാടികൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്ന രൂപത്തിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഡ്യുവൽ ഡയൽ തന്നെയാണ് എനിക്ക് കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ട് ഫീൽ ചെയ്യുന്നത്, അപ്പോൾ അതന്നെ നമുക്ക് ഇടാം. അതുകൂടാതെ മീറ്ററിൻ്റെ ഡയൽ ടൈപ്പ് ഇതിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ടാക്കോമീറ്ററിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഹൈബ്രിഡ് സിസ്റ്റം ആക്കി മാറ്റാനായിട്ട് പറ്റും. അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് നമുക്കൊക്കെ അറിയാം. നമ്മുടെ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ബാറ്ററിയുടെ സിമ്പിൾ കാണിക്കുന്നത്. ഇന്ന് ഇപ്പോൾ വാഹനം ഓണാണ്, EV അല്ല, അപ്പോൾ എഞ്ചിൻ ഓണാണ്. അപ്പോൾ എഞ്ചിനിൽ നിന്നും ബാറ്ററി ചാർജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ EV ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ EV എന്നുള്ളൊരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം. അത് ഓടിക്കുന്ന സമയത്ത് നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ അതേ സൈസുള്ള MIയുടെ അതേ സൈസുള്ള 12.3 ഇഞ്ചിൻ്റെയാണ് നമുക്ക് ഇൻഫർടൈൻമെൻ്റ് ആയിട്ട് വന്നുള്ളത്. വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്ലേ ഉണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ വയേർഡാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വലിയ സ്ക്രീനൊക്കെ കണ്ടിട്ട് ഇതൊക്കെ കാണുമ്പോൾ ചെറുതാണല്ലോ എന്ന് തോന്നിപ്പോവും. പക്ഷെ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ. എനിക്കിത് പേഴ്സണലി എനിക്ക് ഇത്ര ആവശ്യമുള്ളൂ അല്ലേ, അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾ നടന്നാൽ പോരെ. അപ്പോൾ അതിലിതാണ് നമ്മുടെ ഒരു 360 വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്യാമറ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയല്ലേ നമുക്ക് വേണ്ടുള്ളൂ അല്ലേ. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചുറ്റും വെള്ളം ഓളം വെട്ടുന്നത് വരെ നമുക്കത് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള 360 ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇനിയിപ്പോൾ റിവേഴ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അത് അടിപൊളിയായിട്ട് കാണിച്ചു തരും. ചുറ്റുള്ള വിഷ്വൽ കണ്ടോ, ഈ രൂപത്തിൽ നമുക്ക് നല്ല രീതിയിലുള്ള വിഷ്വൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏത് വ്യൂ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അഡാപ്റ്റീവ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഇൻഫർടൈൻമെൻറ്റ് എന്ന് പറയാം. അവിടെ താഴേക്ക് വന്നാൽ ഫ്രണ്ട് നമുക്ക് സീറ്റ് വെന്റിലേറ്റർ ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൺട്രോൾ കാണാം. നാനോ EX എന്ന് പറയാം, അതായത് എയർ പ്യൂരിഫയർ കൂടി നമുക്ക് ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. ടൊയോട്ട വർഷങ്ങളായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഹ്യുണ്ടായിൽ കിയയിലൊക്കെ ഇപ്പോൾ കാണാൻ തുടങ്ങിയില്ലെങ്കിലും നാനോ എന്ന് പറയുന്ന ടെക്നോളജി കാര്യങ്ങളൊക്കെ ഇതിനകത്തുള്ള ബാഡ് സ്മെല്ല് കാര്യങ്ങളൊക്കെ കളഞ്ഞ് എയർ ക്വാളിറ്റി കൂട്ടുന്നൊരു ടെക്നോളജിയാണ്. വർഷങ്ങളായിട്ട് ടൊയോട്ടയിലുള്ളതാണ്. അതിന് താഴേക്ക് വന്നാൽ AC വെൻ്റ്, ഹസാർഡ് ലാമ്പ്, ഇവിടെയാണ് നമ്മുടെ പുഷ് ബട്ടൺ വന്നിട്ടുള്ളത്. അതിന് താഴേക്ക് വന്നാൽ വയർലെസ് ചാർജിങ് പാഡ്, 3 ടൈപ്പ് ചാർജിങ് പോർട്ട്. ഇത് ചാർജിങ് പോർട്ടും ഇത് നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ യൂസ് ചെയ്യാനുള്ളൊരു പോർട്ട് കൂടിയാണ്. അതിനാണ് C ടൈപ്പ് അവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ വളരെ വലിയ സ്റ്റോറേജ് ഏരിയ കാണാനായിട്ട് സാധിക്കും, കപ്പ് ഹോൾഡർ സ്റ്റോറേജ് ഏരിയയൊക്കെ. ഗിയർ ലിവർ കാണാം, പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് എന്നിങ്ങനെയുള്ള പൊസിഷൻസ് കാണാൻ സാധിക്കും. സ്പോർട്ട് വേണമെങ്കിൽ മാനുവലായിട്ട് എടുക്കണമെങ്കിൽ ഇങ്ങോട്ട് ഒരു റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. പിന്നെ എക്കോ, നോർമൽ, സ്പോർട്ട് എന്നിങ്ങനെയുള്ള 3 ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എക്കോയിലാണുള്ളത്. നോർമലിലേക്ക് ഇടുമ്പോൾ ഒരു ഗ്രേ ഫിനിഷിലേക്ക് അത് മാറുന്നുണ്ട് ഡിസ്പ്ലേ. കാല് കൊടുത്ത് നോക്കാം, ഈ രൂപത്തിലാവും. ഇനി സ്പോർട്ടിലേക്ക് ഇടുന്ന സമയത്ത് ഫുൾ റെഡ് ആവും, അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഡ്രൈവ് മോഡ്സ് ഒക്കെ നമ്മൾ മാറ്റിയിട്ട് നമുക്ക് ഓടിക്കുന്ന സമയത്ത് നോക്കാം. പിന്നെ EV മോഡ്, അതായത് ഇലക്ട്രിക് വണ്ടി മാത്രം ഓടുന്ന രൂപത്തിൽ നമുക്ക് ഇതിനെ മാറ്റാം. പെട്രോൾ എഞ്ചിൻ യൂസ് ചെയ്യാതെ EV മാത്രമായിട്ട് ഇതിന് ഓടാനായിട്ട് സാധിക്കും. പിന്നെ ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വന്നിട്ടുണ്ട്. ആംറസ്റ്റ് വളരെ വലിയ ആംറസ്റ്റ്, നോക്കി ഞങ്ങൾ സൈസ് വലിയ ആംറസ്റ്റ് വന്നിട്ടുണ്ട്. അതും സോഫ്റ്റ് ടച്ച് ആണ്, നല്ല കംഫർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ കംഫർട്ട് കയ്യിൽ നിന്ന് കിട്ടും. അതിന് താഴെ ഹ്യൂജ് ആയിട്ടുള്ള സ്റ്റോറേജ് ഏരിയ, അതുപോലെ തന്നെ അതിൽ 12 വാട്ടിൻ്റെ ഒരു ചാർജ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എയർ ബാഗിൻ്റെ ബാഡ്ജിങ്, പിന്നെ JBLൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഞാൻ പറഞ്ഞില്ല 9 സ്പീക്കറോളം നമുക്കിതിൽ വരുന്നുണ്ട്. പിന്നെ ഒരു ഫ്രെയിംലെസ് ആയിട്ടുള്ള IRM വന്നിട്ടുണ്ട്. മുകളിൽ നോക്കിയാൽ നമുക്കിത് LED തന്നെയാണ് ലാമ്പ് വന്നിട്ടുള്ളത്. സൺറൂഫിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അതിന് ഞാനൊരു ലേക്ക് കൊടുക്കുകയാണ്. അതായത് നമുക്ക് മുകളിലേക്ക് ഉയർത്തണം എന്നുണ്ടെങ്കിൽ കണ്ടോ, ഇങ്ങനെ ഉയർന്നു നിൽക്കും, താഴ്ത്താം. പിന്നെ ഓപ്പൺ,
അതുപോലെ ക്ലോസ് എല്ലാം ഡെഡിക്കേറ്റഡ് ബട്ടണാണ്. സെപ്പറേറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഒറ്റ ബട്ടൺ പിടിച്ച് മുകളിലേക്ക് ആക്കുമ്പോൾ അങ്ങനെ കൺട്രോൾസ് എടുക്കേണ്ട ഒരു ഗതികേടില്ല എന്ന് പറയാം. വാനിറ്റി മിറർ വന്നിട്ട് ഡ്രൈവർ സൈഡ് വിത്ത് ലൈറ്റോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതേ സെയിം സാധനം തന്നെ നമുക്ക് പാസഞ്ചർ സൈഡും കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല, അത്തരം ഫീച്ചേഴ്സ് വന്നിട്ടില്ല. അതും കൂടി കൊടുക്കായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാഴ്ചയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ക്യാമറയെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഒന്ന് ഓടിച്ചു നോക്കാം. സോ നമ്മുടെ ക്യാമറ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഡ്രൈവിലേക്ക് ഇട്ടു. യെസ്, പോകാൻ റെഡിയായി. കാരണം ഹാൻഡ് ബ്രേക്കൊന്നും താത്തേണ്ടതില്ല. ഞാൻ പറഞ്ഞു ഇലക്ട്രോണിക് ബ്രേക്കാണ് വരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഓട്ടോ ഹോൾഡ് അടക്കമുള്ള ഫീച്ചർ വരുന്നതുകൊണ്ട് നമ്മൾ മാനുവലി ചെയ്യേണ്ടതില്ല. നമ്മൾ എവിടെയെങ്കിലും പോയി പാർക്ക് ഇട്ടാൽ ഓട്ടോമാറ്റിക് ഹാൻഡ് ബ്രേക്ക് വീഴും. പാർക്കുമായിട്ട് ഡ്രൈവിലിട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹാൻഡ് ബ്രേക്ക് മാറുകയും ചെയ്യും. ഇതൊക്കെ ലക്ഷറി വാഹനങ്ങളിൽ അറിയുന്ന ഫീച്ചറാണ്. എന്നാൽ പോലും ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വളരെ ചെറിയൊരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. വീഡിയോ എടുക്കാൻ മനോഹരമായ ലൊക്കേഷൻ നോക്കി വന്ന് നമ്മൾ ഒരു ഇടുങ്ങിയ വഴിയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ അത്യാവശ്യം കുഴിയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു ക്യാമറ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ കറക്റ്റാണ് കേട്ടോ. അതെ, ഓട്ടം നമുക്ക് 360 ക്യാമറ ഒന്ന് ഓണാക്കി നോക്കാം. അതിൻ്റെ ഒരു ഷെല്ല് പോലത്തെ ഒരു വ്യൂ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. ഒറ്റ സൈഡിൽ. അപ്പോൾ തട്ടില്ല എന്നുള്ള ഉറപ്പ് വരുത്താനുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ അതേ മനോഹരമായിട്ട് നമ്മളതിലൂടെ ഊരി പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്കോയിലാണ് പോകുന്നത്. അപ്പോൾ എൻജിൻ ഓണാണ്. കാരണം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി അത്യാവശ്യം കുറേ നേരം റണ്ണിങ്ങിലിട്ടപ്പോൾ ബാറ്ററിയുടെ പവർ പോയിട്ടുണ്ട്. അപ്പോൾ എൻജിൻ റണ്ണിങ്ങിലാണ്. നമ്മൾ പെട്രോൾ ക്യാമറ ആയിട്ടാണ് ഇപ്പോൾ ഓടിക്കുന്നത്. ഈ അടുത്തതും അടിപൊളി ഒരു കറക്റ്റ് കേട്ടോ. നമ്മുടെ ക്യാമറയ്ക്കുള്ളൊരു സ്ഥലം മാത്രമേ ഉള്ളൂ. കടുകുമണിയും വ്യത്യാസത്തിൽ അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാൽ ഇതേ കിടക്കണം. നമ്മുടെ പൊപ്പച്ചേട്ടൻ പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. ഓക്കെ, ജസ്റ്റ് മിസ്. നമ്മളിപ്പോൾ ഓടിക്കുന്ന ക്യാമറയ്ക്ക് നമുക്ക് 2 ഹൃദയം വരുന്നുണ്ട്. അതായത് ഇതിനെ ചലിപ്പിക്കുന്നത് നമുക്ക് പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. ഒപ്പം ഒരു ബാറ്ററിയും ഒരു മോട്ടറും വരുന്നുണ്ട്. നമുക്കൊരു ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നതെന്ന് വെച്ചാൽ അതൊരു 5th ജനറേഷൻ ഹൈബ്രിഡാണ്. ഹൈബ്രിഡൊക്കെ ടൊയോട്ടൊക്കെ ഒരു വിഷയമല്ല. നമ്മളൊക്കെ പറഞ്ഞു കേൾക്കുന്നതിന് മുന്നേ ഹൈബ്രിഡ് ടെക്നോളജി മാർക്കറ്റിൽ ഇറക്കി വിജയിച്ചിട്ടുള്ള ഒരു ബ്രാൻഡാണ് ടൊയോട്ട എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർക്കിതൊന്നും ഒരു വിഷയമല്ല. അവർ ഓൾറെഡി 5ാമത്തെ ജനറേഷനിലേക്ക് എത്തി എന്നുള്ളതാണ്. ആ ഒരു വാഹനം നമ്മളിപ്പോൾ ഓടിക്കുന്നത് ഹൈബ്രിഡ് ടെക്നോളജിയിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു 5ാമത്തെ ജനറേഷനിൽ പ്രധാന മാറ്റം വന്നിട്ടുള്ളത് ഇതിൻ്റെ ബാറ്ററി, അതായത് ഹൈബ്രിഡിന് വേണ്ടി ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ കാര്യത്തിലാണ്. നിക്കൽ മെറ്റൽ ഹൈഡ്രൈഡ് എന്നുള്ള ബാറ്ററിയാണ് ഇത്രയും കാലം ടൊയോട്ട യൂസ് ചെയ്തിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഓടിക്കുന്ന ക്യാമറയിൽ 5ാമത്തെ ജനറേഷനിലേക്ക് എത്തിയപ്പോൾ അത് ഒരു ലിഥിയം അയണാക്കി മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ലൈറ്റർ, അതായത് ബാറ്ററിയുടെ വെയിറ്റ് കുറഞ്ഞു, അതുപോലെ സൈസും കുറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കറിയാവുന്ന പോലെ സൈസ് കുറഞ്ഞാലും എഫക്റ്റ് കൂടുതൽ കിട്ടുന്നതാണ്. അതായത് ഒരു 1 കിലോവാട്ടിൻ്റെ ഒരു ലിഥിയം അയൺ ബാറ്ററി പാക്കാണ് നമുക്ക് നിലവിൽ ഈ ഒരു വാഹനത്തിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു എത്ര സ്പീഡിൽ വരെ ബാറ്ററിയിൽ പോകും. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി EV മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് നമുക്കിതിൽ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എത്ര കിലോമീറ്റർ സ്പീഡിൽ EVയിൽ പോകുമെന്ന് ചോദിച്ചാൽ സ്പീഡല്ല, നമ്മളൊരു RPM, നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നതിൻ്റെ റെസ്പോൺസ് അനുസരിച്ചാണ് അത് EVയിലേക്കും അതുപോലെ പെട്രോളിലേക്കും സ്വിച്ച് ചെയ്യുന്നത്. വേണമെങ്കിൽ നല്ലൊരു ഹൈവേ കിട്ടിക്കഴിഞ്ഞാൽ 60 കിലോമീറ്റർ 70 കിലോമീറ്റർ വരെ അത് EV മോഡായിട്ട് പോകും. അതല്ല, നമ്മളിപ്പോൾ നിന്നിടത്തുനിന്നാണ് നമ്മൾ നല്ല പുഷ് ചെയ്ത് ആക്സിഡൻറ്റ് ചവിട്ടി താഴ്ത്തിയിട്ട് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അത് അപ്പം തന്നെ പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്യുകയും ചെയ്യും. അപ്പോൾ മൈലേജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹൈബ്രിഡ് ടെക്നോളജി അല്ലെങ്കിൽ ബാറ്ററിയും മോട്ടറാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അല്ലാതെ വളരെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിൽ തന്നെ ഓടിച്ച് നമ്മൾ ഇലക്ട്രിക് വാഹനത്തിൻ്റെ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയാം. പക്ഷേ പെർഫോമൻസിലും അതുപോലെ മൈലേജിലും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ടെക്നോളജി എന്നുള്ളതാണ്. നമ്മൾ പ്രത്യേകിച്ച് ചാർജ് ചെയ്യേണ്ട വാഹനം ഓടുന്ന സമയത്ത് ഒരു ജനറേറ്റർ മുഖേന ബാറ്ററി ചാർജ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് റീജനറേഷൻ വഴി അത് ചാർജ് ചെയ്യും. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്ററി ചാർജ് ചെയ്തോളും. നമുക്ക് നല്ല 20 കിലോമീറ്ററൊക്കെ ഇത്രയും വലിയൊരു വാഹനത്തിൽ, ഇത്രയും പവർഫുള്ളായൊരു വാഹനത്തിൽ മൈലേജ് ലഭിക്കുമെന്നുള്ളതാണ്. വേറെ എന്ത് വേണം? അപ്പോൾ ഹൈബ്രിഡാണ് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ളതെന്ന് നമ്മൾ ഈ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ 230 PS ആണ് നമുക്കിപ്പോൾ ഈ ഒരു പുതിയ ക്യാമറ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ 208 എണ്ണം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും. അതായത് കമ്പൈൻ ചെയ്തുള്ള ഒരു പവറാണ് പറഞ്ഞിട്ടുള്ളത്. മോട്ടർ സെപ്പറേറ്റ്, എഞ്ചിൻ സെപ്പറേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. കാരണം 2500 cc എഞ്ചിനാണ് വരുന്നത്. ഞാൻ പറഞ്ഞു 4 സിലിണ്ടർ എഞ്ചിനാണ്, പെട്രോളാണ്, നാച്ചുറലി ആസ്പിറേറ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ ഒരു സെഡാൻ ആയതുകൊണ്ട് തന്നെ, അതുപോലെ എക്സിക്യൂട്ടീവ് സെഡാൻ സെറ്റപ്പിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല നീളവും ഗ്രൗണ്ട് ക്ലിയറൻസും കുറവും ലോ പ്രൊഫൈൽ ടയറൊക്കെ ആയതുകൊണ്ട് കട്ടർ വരുന്ന സമയത്ത് നമ്മളൊന്ന് സൂക്ഷിച്ചെടുക്കണം എന്നുള്ളതാണ് കേട്ടോ പറയാനുള്ളത്. അപ്പോൾ അതൊന്നും ഇതിൻ്റെ ഒരു നെഗറ്റീവ് അല്ല. ഇതിങ്ങനെയാണ് വേണ്ടത്. ഇതാണ് ക്യാമറ, അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് സെഡാൻ എന്നുള്ളൊരു കാറ്റഗറി ഒരു വാഹനം ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്നാലേ നമുക്ക് ആ ഒരു റൈഡും കംഫർട്ട് പരിപാടിയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രധാന കാരണം നമ്മുടെ കംഫർട്ടിൻ്റെ കാര്യമാണ്. അത് ഇത്തരത്തിലുള്ള ആ ഒരു ഹമ്പുകൾ നമ്മുടെ പാലത്തിൻ്റെ ആ ജോയിൻസിലൊക്കെ വരുന്നുള്ള ചാട്ടമൊക്കെ വളരെ മനോഹരമായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. റൈഡ് എനിക്ക് ആ ഒരു പഴയ ജനറേഷൻ ക്യാമറയിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതേ കംഫർട്ട് ഇതിലും ഫീൽ ചെയ്യുന്നുണ്ട്. ഇതേ എന്ത് അടിപൊളിയായിട്ടാണ് പോകുന്ന നോക്കിയാൽ നമ്മൾ ഇതിനുള്ളിലേക്ക് വല്ല കുലുക്കോ കാര്യങ്ങളോ അധികം ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു ട്യൂൺ ചെയ്തിട്ടുള്ളൊരു സസ്പെൻഷനാണ്. നോർമലി മറ്റുള്ള വല്ല വാഹനത്തിലെ പോകുന്നതിൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചാട്ടം ചാടി ഒരു പാലത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഓരോ ഗ്യാപ്പുകൾ വരുന്നുണ്ട്. എന്തെങ്കിലും ടെക്നിക്കലി പറയും, എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. അപ്പോൾ അത് വളരെ മനോഹരമായി അബ്സോർബ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ ഒഴുകി പോവാണ്. ബാക്കിലൊക്കെ ഇരുന്നുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കംഫർട്ടാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സെല്ലിങ് പോയിന്റ്, അല്ലെങ്കിൽ USP എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കംഫർട്ട് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ഒരു സ്പോർട്ട് മോഡിലാണ്. അതുകൊണ്ട് ഇത്രയും നേരം വാഹനമെടുത്ത് ഇത്രയും നേരം പെട്രോളിൽ തന്നെയാണ് ഓടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഒന്ന് എക്കോ മോഡിലേക്ക് മാറ്റിയല്ലേ, ഇപ്പോൾ EV മോഡിലേക്ക് മാറി. EV എന്നുള്ളൊരു എഴുത്ത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതായത് കംപ്ലീറ്റ് ഇപ്പോൾ പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നില്ല. പുറത്ത് ഉള്ള ആളുകൾക്ക് ഒരു സൗണ്ട് പോലും ഈ വാഹനത്തിൻ്റെതായിട്ട് കേൾക്കില്ല എന്നുള്ളതാണ്. അത് 45 കിലോമീറ്റർ സ്പീഡിൽ പോയി ഒരു ചെറിയൊരു ഇറക്കം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ ചെറുതായിട്ട് കാലോട് ഇപ്പോഴും EVയിൽ തന്നെയാണ് പോകുന്നത്. അത് ഞാൻ പറഞ്ഞത് നമ്മൾ എത്ര സ്പീഡിൽ പോകാൻ പറ്റും എന്നുള്ള ചോദ്യത്തിന് ഇതിനൊരു ഉത്തരമല്ല. എത്ര ഒരു 60-70 വേണമെങ്കിലും പോകാം. ഇപ്പോൾ EV കട്ടായിട്ട്, അപ്പോൾ അത്യാവശ്യം നമ്മൾ കാല് കൊടുത്തപ്പോൾ EV കട്ടായിട്ട് നമ്മൾ പെട്രോളിലേക്ക് വന്നു. അത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അറിയ പോലും ഇല്ല, നമ്മൾ ആ ഭാഗം ചിന്തിക്കേണ്ടതില്ല. അത് വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് നടത്തുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. നമ്മൾ അറിയ പോലും ഇല്ല എന്നുള്ളതാണ്. അത്ര തന്നെ. നമുക്ക് മൈലേജും പെർഫോമൻസും കിട്ടും, അതുപോലെ അത്ര നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്നുള്ളതാണ്. കംഫർട്ട് പറഞ്ഞ സസ്പെൻഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമുക്ക് NVH ലെവലാണെങ്കിൽ സൂപ്പർബാണ്. ഒരുപാട് നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉള്ളിലേക്ക് കേൾക്കാനില്ല. ഈവൻ ടയറിൻ്റെ റോളിംഗ് നോയ്സ് പോലും നമുക്ക് അകത്തേക്ക് അധികം കേൾക്കാനില്ല എന്നാണ് EV മോഡിൽ പോകുന്ന സമയത്ത് ആണെങ്കിൽ പോലും. അതൊക്കെ ഒരു രക്ഷയില്ല. പെർഫോമൻസ് പിന്നെ എനിക്കങ്ങനെ നോക്കാൻ പറ്റിയിട്ടുള്ളൊരു ഏരിയ അല്ലെങ്കിൽ റോഡ് കിട്ടിയിട്ടില്ല. എന്തായാലും 200-230 PS എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാവുന്നേ ഉള്ളൂ, ഊഹിക്കാവുന്നേ ഉള്ളൂ എന്തായിരിക്കും ഇതിൻ്റെ പെർഫോമൻസ് എന്നുള്ളത്. പക്ഷേ ഇത് അങ്ങനെ ഓടിക്കേണ്ട വണ്ടിയല്ല. നമ്മൾ ഈ റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ പോലെയാണ്. വേണേ കൈ കൊടുത്താൽ 90-100 എത്തും. പക്ഷേ നമുക്കത് അങ്ങനെയല്ല. അതിങ്ങനെ പെട്ട അങ്ങനെ പൊട്ടിച്ച് പോകുമ്പോൾ രസമില്ല. അതേപോലെയാണ് ഇത്. വേണമെങ്കിൽ നമുക്കൊരു 7-8 സെക്കൻഡ് കൊണ്ടൊക്കെ എനിക്ക് തോന്നുന്നു 0 to 100 ഒക്കെ എത്തും. പക്ഷേ ഇത് അങ്ങനെ പൊളിക്കേണ്ട വണ്ടിയല്ല. നമ്മളിതിൽ റിലാക്സ് ചെയ്ത് ആ കംഫർട്ട് എൻജോയ് ചെയ്ത് ആ സ്പേസും കാര്യങ്ങളും അതിൻ്റെ എലഗൻസ് എൻജോയ് ചെയ്തുകൊണ്ട് നമ്മൾ ഓടിക്കേണ്ട ഒരു വാഹനമാണ്, യാത്ര ചെയ്യേണ്ട ഒരു വാഹനമാണ് എന്നുള്ളതാണ്. ബ്രേക്ക് 4 വീലിലും ഡിസ്ക് ബ്രേക്ക് നൽകിയിട്ടുണ്ടാവും. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റോപ്പിംഗ് പവർ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡാപ്റ്റീവാണ്. നമ്മുടെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് വെയിറ്റ് കാര്യങ്ങളൊക്കെ വെക്കുന്ന അത്യാവശ്യം അഡാപ്റ്റീവ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീല് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. റെസ്പോൺസീവ് ആണെന്ന് വെച്ചാൽ നമുക്ക് സ്പോർട്ടി ആയിട്ട് ഓടിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫീലിലുള്ളൊരു കാര്യങ്ങളൊന്നും അല്ല. എന്നാൽ പോലും ഇതേ ഒന്ന് കാലെടുത്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ ലീനിയർ ആയിട്ടുള്ളൊരു പവർ ഡെലിവറി ആണ്. എത്ര പെട്ടെന്ന് നമ്മൾ എന്ത് മനോഹരമായിട്ടുള്ള റൈഡാണ്. എൻ്റെ മോനെ ഒഴുകുക എന്നൊക്കെ പറഞ്ഞ മുത്താണ്. ഈ സാധനം എന്തെങ്കിലും സ്വന്തമാക്കണം. അത് ഓരോ തവണ ക്യാമറ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോഴും ഉള്ളിൽ തോന്നുന്നൊരു തോന്നലാണ്. ഒരു രക്ഷയില്ല. അതിപ്പോൾ എക്കോ മോഡിലാണ് ഞാൻ ആ കാല് കൊടുത്തത് കേട്ടോ. ഞാനൊന്ന് സ്പോർട്ട് മോഡിൽ ഇടാണ്. ഇനി ഞാനൊന്ന് കാല് കൊടുത്ത് കാണിച്ചു തരാം. യെസ്, ഇതാണ് ഇതിൻ്റെ പവർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും, 2 രീതിയിൽ നമുക്ക് പവർ വേണമെങ്കിൽ ആ രീതിയിൽ ഓടിക്കാം, കംഫർട്ട് വേണമെങ്കിൽ അങ്ങനെയും, എങ്ങനെ വേണമെങ്കിലും ഓടിക്കാവുന്നതാണ്. ആകെ നമ്മുടെ നാട്ടിലായതുകൊണ്ട് മാത്രം അടി തട്ടുമെന്ന് ശ്രദ്ധിച്ചാൽ മതി. വേറെ ഒന്നും നമുക്ക് ക്യാമറയിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മെയിൻ്റനൻസിൻ്റെ കാര്യം, റിലയബിലിറ്റി കാര്യം, ടൊയോട്ട പ്രൊഡക്റ്റാണ്. അതും 10-25 വർഷമായിട്ട് മാർക്കറ്റിൽ വിൽക്കുന്നതാണ്. ഒന്നും നോക്കാനില്ല വിശ്വാസത്തിൻ്റെ കാര്യം. അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും, അതായത് ഒരുപാട് ഗിമ്മിക്കൊന്നുമില്ല. 360 ക്യാമറ ഉണ്ട്, വയർലെസ് ചാർജർ ഉണ്ട്, അതുപോലെ കർട്ടൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെന്താ, അത്യാവശ്യം 2 ഇൻഫോടൈൻമെന്റ് ടച്ച് സ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ MID ആണെങ്കിൽ അത്യാവശ്യം ഫുള്ളി ഇൻഫർമേറ്റീവ് ആണ്. JBLൻ്റെ സ്പീക്കർ വന്നിട്ടുണ്ട്. അങ്ങനെ ബേസിക് ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഓടിക്കുമ്പോൾ നമ്മുടെ കംഫർട്ട് കാര്യങ്ങൾക്കൊക്കെ ഉതകുന്ന തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പവേർഡ് സീറ്റുകൾ, മെമ്മറി സീറ്റുകൾ, അല്ലാതെ ഗിമ്മിക്ക് പരിപാടി ഒന്നുമില്ല. പിന്നെ അഡാസിൻ്റെ കാര്യം സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതും അത്യാവശ്യമുള്ള കാര്യമില്ല, എന്നാൽ പോലെ അതും വരുന്നുണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇല്ലെങ്കിൽ പോലും നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും, ആഗ്രഹിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഇതിന് മറ്റൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് എടുത്തു പറയാനുണ്ട്. ക്യാമറയുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആവും, കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു വാഹനം ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓവറായിട്ട് പറയുന്നുണ്ട് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും എനിക്ക് പ്രിയപ്പെട്ട ഒരു വാഹനമാണ് ക്യാമറ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ
ഓട്ടോമാറ്റിക് ആയിട്ടാണ് വാഹനങ്ങൾ ഹൈബ്രിഡ് വാഹനങ്ങൾ ലഭിക്കുക. അത് ഈ CVT ട്രാൻസ്മിഷനാണ്. പാഡിൽ ഷിഫ്റ്റേഴ്സ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചെയ്തിട്ട് മാനുവലി ഷിഫ്റ്റ് ചെയ്തിട്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഓടിക്കാവുന്ന ഒരു ഓപ്ഷൻ കൂടി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ വിശദമായിട്ട് ഇതിപ്പോൾ എനിക്കൊരു കുറച്ച് നേരത്തേക്ക് 2 മണിക്കൂർ നേരത്തേക്ക് എനിക്ക് വാഹനം കിട്ടിയുള്ളൂ. ഞാൻ ലൊക്കേഷൻ തിരഞ്ഞിട്ട് കുറേ സമയം പോയി. അപ്പോൾ വിശദമായിട്ട് ഞാൻ ഒന്നും കൂടി ഇതൊന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കിത് കുറച്ചധികം ഓടിച്ച് തന്നെ ഞാൻ കഴിഞ്ഞ ജനറേഷൻ വാഹനം ഒരു ദിവസം ഫുൾ എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ ഒരു ദിവസം ഫുള്ള് കയ്യിൽ വെച്ചിട്ട് തന്നെ വിശദമായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാൻ വൈകാതെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ വിലയിൽ എങ്ങനെയുണ്ട്? ഒരു ലക്ഷറി ബ്രാൻഡിലേക്ക് പോകേണ്ടതുണ്ടോ? അത് ഈ കാര്യങ്ങളൊക്കെ പോരെ നമുക്ക് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ ടൊയോട്ടയുടെ ഷോറൂമിൻ്റെ അടുത്തുകൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറിയിട്ട് ക്യാമറയും ടെസ്റ്റ് ഡ്രൈവ് നിങ്ങൾ എടുക്കേണ്ടതാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾ എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഒരു ഡ്രീം കാറുകളിൽ ഒന്നാക്കിയിട്ട് ഇതിനെ മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലും ഘടകങ്ങൾ ഇതിലുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ എന്തായാലും ടൊയോട്ടയുടെ ക്യാമറയെ കുറിച്ചും മറ്റുള്ള എല്ലാ വാഹനങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കൈരളി ടൊയോട്ടയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അയ്യോ പാർക്ക് ചെയ്ത് പോകല്ലോ, എനിക്ക് മതിയായില്ല വണ്ടി ഓടിച്ചിട്ട്.